ലോകം മുഴുവൻ ഭയക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ഇത്രയും കാലം ഇസ്ലാമിക സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ലോകത്തെല്ലായിടത്തും നിലനിന്നിരുന്നത്. എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം അപ്പനും അമ്മയും IS പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്ക്, മനുഷ്യന്മാരെ പച്ചയ്ക്ക് വെട്ടിക്കീറി കൊല്ലാൻ തയ്യാറാകുന്ന സംഘടനകളിലേക്ക് സ്വന്തം മകനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാൻ അല്ലെങ്കിൽ അതിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോൺ. അരുൺ, ലോകം മുഴുവനും ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. പല രീതിയിൽ പല നാടുകളിൽ നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും തീവ്രവാദവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തീവ്രവാദ ശക്തികളില്ല എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും ഈ അടുത്ത് വന്ന ഒരു വാർത്ത, ഈ 2 ദിവസത്തിനുള്ളിൽ വന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ ഒരുപാട് ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് ശരിക്കും ആ ഒരു വാർത്തയിലെ സത്യം? അതായത് ഒരു സ്വന്തം വീട്ടിൽ നിന്നും ഒരു മകനെ, 15 വയസ്സുകാരനെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ ചേരുവാനായിട്ട് സ്വന്തം മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്ത. എന്തായിരിക്കും അതിലൊരു സത്യം? ജോയ്സെ, ഈ മക്കളെ ഡോക്ടറും IAS ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊരു ജീവിതാഭിലാഷമാണ് തങ്ങളുടെ മക്കളൊരു വലിയൊരു സ്ഥാനത്തേക്ക് എത്തണം, ഒരു IAS രാജ്യത്തെ സേവിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത്. അതായത് സ്വന്തം മകനെ IS ഇസ്ലാമിക് സ്റ്റേറ്റുകാരനായിട്ട് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ടാനച്ഛനും സ്വന്തം അമ്മയും. ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ അധികം വന്നു തുടങ്ങിയിട്ടില്ല. അഥവാ മാധ്യമങ്ങളിൽ വന്നാൽ പോലും അവരത് ചർച്ചയ്ക്കെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കാത്തൊരു വിഷയമാണ്. ഈ സംഭവം നടന്നത് കുറച്ച് ദിവസങ്ങളായി. കഴിഞ്ഞ നവംബർ 14 ഇതിൻ്റെ കേസ് വന്നത്. കുട്ടിയുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കാരണം ആ കുട്ടീനെ ആക്കിയിരുന്ന ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടിയുടെ പന്തളത്തുള്ള സ്വന്തം അപ്പൻ ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു വരുന്നത്. ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഏകദേശം 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ അമ്മ, അവരൊരു ക്രിസ്ത്യാനിയായിരുന്നു, ഒരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു. അവർ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് മതപരമായ അറിവുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന ഒരു വ്യക്തി, അവരുടെ കുടുംബ സുഹൃത്ത്, ഈ വ്യക്തിയാണ് ഇതിൻ്റെ ഉള്ളിലെ താരം. അദ്ദേഹം മതപരമായ ചില നിഷ്ഠകൾ ആ കുടുംബത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുമായിട്ട്, ഈ കുട്ടിയുടെ അമ്മയുമായിട്ട് അടുപ്പത്തിലായി. അതിനുശേഷം ഇവർ ഈ കുട്ടിയെ നിർബന്ധിക്കുകയാണ്. മതപരമായ ചില വസ്ത്രധാരണ രീതികൾക്ക് വേണ്ടി കുട്ടിയെ നിർബന്ധിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് 2021 നടക്കുന്നതാണ്. ഇന്ന് കുട്ടിക്ക് 15 ആണെങ്കിൽ അന്നത്തെ പ്രായം 11 വയസ്സിന് താഴെയാണ്. വെറും 11 വയസ്സ് 12 വയസ്സ് സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അന്ന് ആ സമയങ്ങളിൽ ഈ കുട്ടിയുടെ സ്വന്തം അച്ഛൻ ഈ വ്യക്തിയുടെ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ തർക്കം ഉണ്ടാവുകയും അദ്ദേഹം ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് വളരെ ട്വിസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അതോടുകൂടി ഇദ്ദേഹത്തിന്, ആൺ സുഹൃത്തിന് എന്ന് വേണമെങ്കിൽ പറയാം, കുടുംബ സുഹൃത്തിന് ഈ അമ്മയുമായിട്ടുള്ള അടുപ്പം കൂടുന്നു. അവർ വിവാഹത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഈ കുട്ടിയെ ഇവർ പഠിപ്പിച്ച കാര്യങ്ങൾ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കുട്ടിയെ പഠിപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് യഥാർത്ഥ ഇസ്ലാം അനുവർത്തിക്കുന്നവർ. ഈ ഒരു ധാരണയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് മതപഠനങ്ങളാണ്. മതപഠനങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പല വീഡിയോകൾ ഈ കുട്ടിക്ക് നിർബന്ധിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് ആരുടെയാണ് തലയേർക്കാറെന്നുള്ളത്. ഇതര മത വിദ്വേഷത്തിൻ്റെ, ഇതര മതസ്ഥരെ തലയേർക്കുന്നതും അവരുടെ തലയിലിട്ട് കൊല്ലുന്നതും അതുപോലെയുള്ള അതിനിഷ്ഠൂരമായ വീഡിയോകൾ ഈ കുട്ടിയെ തുടർച്ചയായിട്ട് കാണിച്ച് ഇതാണ് ശരി, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ജീവിതവ്രതം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്, ഇതാണ് ആ കുട്ടിയെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം നമ്മൾ ശ്രദ്ധിക്കണം. വെറും 11 വയസ്സ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഗാസയിൽ നിന്നുള്ള പല വീഡിയോകളിലും നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ ഗാസയിലൊരു സമാധാനത്തിൻ്റെ, അല്ലെങ്കിൽ അവിടെ ഒരു സമാധാന ശ്രമങ്ങൾ നടന്നു. അവിടെ ആ UN വെച്ചിട്ട് അത് ഒപ്പുവെക്കപ്പെട്ട ഈ സമയത്തും ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പാലസ്തീൻ എന്ന ഭീകരരാഷ്ട്രം ഞങ്ങളുടെ സമീപത്ത് ഞങ്ങൾക്ക് വേണ്ട. ഈ പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അവിടുന്ന് ഹമാസിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞാലും ഇസ്രായേൽ അത് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം കൊച്ചു കുട്ടികളിൽ തൊട്ട് ഇസ്ലാമിക തീവ്രവാദം കൃത്യമായിട്ട്
ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് തൊട്ടപ്പുറത്തുള്ളത്, ഇസ്രായേലിൻ്റെ തൊട്ടപ്പുറത്തുള്ളത്. അവിടുന്ന് ഹമാസ് പോയാലും പാലസ്തീൻ ജിഹാദ് പോയാലും ആര് പോയാലും ഈ കുഞ്ഞു കുട്ടികളുടെ ഉള്ളിലുള്ളത് പോകാതെ ഇസ്രായേലിന് അവിടെ ഒരു രാജ്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ വിരോധം മാത്രമാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, ജൂത വിരോധം മാത്രമാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ബാനറിൽ ഈ കുട്ടിയുടെ തലയിലേക്കും അവർ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവർ മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ശാപം മോദി, ഇന്ത്യയുടെ ശാപം മോദിയാണ്. മോദി ഇന്ത്യയിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇസ്ലാമിന് ഇന്ത്യയിൽ രക്ഷയുള്ളൂ. ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് രക്ഷ വരണമെങ്കിൽ മോദി ഇന്ത്യയിൽ നിന്ന് പോകണം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണല്ലോ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞു പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണിത്. ഈ പഠനങ്ങൾ കേരളത്തിലും ലോകത്തിൻ്റെ എല്ലായിടത്തും കൃത്യമായിട്ട് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ നമ്മൾ എത്രയോ തവണ ഗാസയെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഒക്ടോബർ 7 ഹമാസ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രത്യേക മതസമൂഹത്തിൽപ്പെട്ട എത്ര പേരുണ്ട്? അതായത് ഇസ്രായേലിലെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത് തെറ്റാണെന്ന്. അത് തെറ്റാണ്. ആ ഹമാസ് ചെയ്ത് ഇസ്രായേൽ ചെയ്തത് ശരിയാണെന്നൊന്നും പറയണ്ട, ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോ. പക്ഷേ ഹമാസ് അന്ന് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ എത്ര കുട്ടികളുണ്ട്? വലിയവരുടെ കാര്യം മാറ്റി വയ്ക്കേ, എന്തുകൊണ്ട് കുട്ടികൾ പോലും അത് പറയുന്നില്ല? കുട്ടികൾ അതിനെ പോലും ന്യായീകരിക്കുന്നു. ആ പഠനങ്ങളുടെ പ്രശ്നമാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന പഠനങ്ങളുടെ പ്രശ്നമാണ്. ഈ തീവ്രവാദ ചിന്തയാണ് ഇവിടെ ഈ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദ ചിന്തകൾ അടിച്ചേൽപ്പിച്ച കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം. മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മുന്നറിയിപ്പ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമോഫോബിയായിട്ട് പറയും, അത് ഒരു സമൂഹത്തിനെതിരെ പറയുന്ന കാര്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കും. ഇവിടെ തന്നെ ഈ കേരള സ്റ്റോറി വന്നപ്പോൾ അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇവിടെ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കുന്നു എന്ന് പലരും പറഞ്ഞപ്പോൾ അതിനെ പരിഹാസത്തോടുകൂടി പുച്ഛത്തോടുകൂടി അറസ്റ്റ് ചെയ്യണമെന്നടക്കം പറഞ്ഞ് ഇവിടെ ഓരോരുത്തർ ഓടി നടന്നത് നമുക്കറിയാം. അപ്പോൾ ഇവർ എന്തിനാണ് ഈ തീവ്രവാദത്തെ, ഒരു മതസമൂഹത്തെ പൊതിഞ്ഞു പിടിക്കാം, ഒരു കുഴപ്പവും ഞാൻ പറയുന്നില്ല, എല്ലാ മതസമൂഹങ്ങളെയും ഒരുപോലെ കാണാനും പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് ഇവർ തീവ്രവാദത്തെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? ഇവിടെ പലപ്പോഴും പറയാറുണ്ട് 2016 സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. 2016 കാസർഗോഡ് നിന്ന് ഒരു ടീം പോയി, ആ ടീമിൽ വന്ന മെറിനും സോണി സെബാസ്റ്റ്യനും നിമിഷയും ഈ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പോയവരെ കുറിച്ചല്ല നമുക്ക് ആദ്യമുള്ളത്, ഇതിൻ്റെ അകത്തുള്ളവരെ കുറിച്ചാണ്. ഇതിൻ്റെ അകത്തുള്ളവരുടെ തലയിൽ ഇരിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് നമുക്ക് ആദ്യമുള്ളത്. ഇപ്പോൾ ഇങ്ങനൊരു കുട്ടിയെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്രായത്തിലാണ് ആ കുട്ടിക്ക് ആ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ബോംബടക്കം നിർമ്മിക്കുന്നതിനുള്ള വീഡിയോകളാണ് കാണിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. അത് കൊടുത്തത് ആരാണ്? അത് കൊടുത്തത് ഒരു മലയാളിയാണല്ലോ. ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആൾ എന്നൊന്നും പറയേണ്ട ആയിട്ടില്ല, അത് കൊടുത്തത് ഒരു മലയാളിയാണ്. ഇതുപോലെ എത്ര മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ഇവിടെ വേണ്ട, മറ്റൊരു റിലിജനും വേണ്ട, മറ്റൊരു വ്യക്തികളും വേണ്ട, ഇസ്ലാം മാത്രം. ഇസ്ലാമിന് കീഴിൽ ബാക്കി എല്ലാവരും വരുന്നൊരു സ്വപ്നം. ഇതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇപ്പോൾ ഈ ISIS ആ കുട്ടീനെ സിറിയയിലേക്ക് അവനെ കൊണ്ടുപോകാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് കൂടുതൽ വ്യാപ്തി വരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ വഴിയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറൈസാനാണ് അവരുടെ ഡിജിറ്റൽ മീഡിയകൾ ഉപയോഗിച്ചിട്ട് അവരുടെ മിക്കവാറും ലോകത്തുള്ള ഒട്ടുമിക്ക ഭാഷകളിലേക്കും അവരുടെ മെറ്റീരിയലുകൾ എത്തുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ കഴിഞ്ഞ നിലപാടിൽ പറഞ്ഞാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ്റെ വോയിസ് ഓഫ് ഖുറൈസാൻ്റെ പതിപ്പിൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലുള്ളവരെ എങ്ങനെ കൊന്നൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ അഹമ്മദ് സയ്യിദ് 10 ലക്ഷം പേരെ കൊല്ലാനുള്ള വിഷം ഉണ്ടാക്കി വെച്ചത്. അദ്ദേഹത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാനായിട്ടാണ് കണക്ഷൻ എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. മറ്റ് ബോംബുണ്ടാക്കി ഇന്ത്യയെ കത്തിക്കാൻ ശ്രമിച്ചവർക്കാണ് ജെയ്ഷെ മുഹമ്മദായിട്ടും തുർക്കിയിലെ ഹാൻഡ്ലേഴ്സുമായിട്ട് ബന്ധം പറഞ്ഞത്. ഇദ്ദേഹത്തിനുള്ള ബന്ധം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാനായിട്ടാണ്. ഇതേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2016 പോയ ടീമിലത്തെ ഏറ്റവും അപകടകാരിയായിരുന്ന അബ്ദുൾ റാഷിദിൻ്റെ വീഡിയോ, അതിൽ കൃത്യമായിട്ട് അബ്ദുൾ റാഷിദ് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ കൊല്ലണം, എങ്ങനെയൊക്കെ കാഫറുകളെ കൊല്ലണം എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ വിഷം കലക്കി കൊല്ലേണ്ട കാര്യം. വാട്ടർ ടാങ്കിൽ വിഷം കലക്കി ആ മുസ്ലിമുകളെ കൊല്ലണമെന്ന ഓഡിയോ പ്രചരിപ്പിച്ചത് അബ്ദുൾ റാഷിദാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയോ തവണ അതിനു വേണ്ടിയിട്ട് അതൊന്നും പുറത്തുവിടാൻ പറയുന്നു. എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പുറത്തുവിടുന്നില്ല? അതിൻ്റെ പിന്നിലും കുറേ കഥകളുണ്ട്. ഇതിൻ്റെ പുറകെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജസ്റ്റിസ് JB കോശി അന്വേഷിച്ച് നടന്ന് അവരുടെ അടുത്ത് ക്രൈസ്തവർ അവർ പറഞ്ഞ കുറേ പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്.
അതിൽ ഈ പറഞ്ഞ ലവ് ജിഹാദ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. ഈ കാര്യങ്ങൾ ആ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പലരും എണ്ണം ചോദിച്ച് കളിക്കുന്നുണ്ടല്ലോ. എണ്ണം കാണിച്ചു തരൂ, ആളെ കാണിച്ചു തരൂ. അതായത് കുത്തിക്കൊന്നവരെ വീണ്ടും വീണ്ടും കുത്തുന്ന ഒരു പരിപാടിയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പുറത്തു വിടട്ടെ. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ അപ്പൻ, അതായത് അമ്മയുടെ ആദ്യത്തെ ഭർത്താവ് സ്വന്തം മകന് വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തം മകനെ ഇതുപോലെ ഒരു തീവ്രവാദ സംഘടനയിലേക്ക് മുൻ ഭാര്യയും അല്ലെങ്കിൽ അവരുടെ ഭർത്താവും ഒരു തീവ്രവാദ സംഘടനയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നോട്ടീസ് ചെയ്തപ്പോൾ തന്നെ ഇദ്ദേഹം അത് വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ശരിക്കും അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽ ചെന്ന് വളരെ ദുഃഖകരമായിട്ട് നമുക്ക് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ ചിലപ്പോൾ. ജോൺ, തീവ്രവാദം എന്ന് പറയുന്നത് ശരിക്കും ഒരു സംഘടനയോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംഭവമല്ല, അതൊരു ഐഡിയോളജിയാണ്. അപ്പം നമ്മൾ ലോകരാജ്യങ്ങളെ കുറിച്ച് തീവ്രവാദ ശക്തികളെ നിർമ്മാർജ്ജനം ചെയ്തു എന്നോർത്തുകൊണ്ട് ആ ഒരു ഐഡിയോളജി ഇല്ലാതാകുന്നില്ല. ശരിക്കും ലോകം മുഴുവനും കീഴടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഇത്തരം തീവ്രവാദ ശക്തികൾ മുന്നേറ്റം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ജനങ്ങളിലേക്കൊക്കെ ഇവരുടെ ഈ പ്രവർത്തികൾ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ഒരു ചെയ്തികൾ അതെങ്ങനെയായിരിക്കും നടക്കുന്നത്? അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതിയിൽ തിന്മയുടെ ശക്തികൾ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഹിറ്റ്ലറുടെ കാലത്ത്, അതായത് 2ാം ലോക മഹായുദ്ധ സമയത്തുണ്ടായ നാസിസം, ഫാസിസം. അതിനു മുമ്പുണ്ടായ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പല സംഭവങ്ങൾ, പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസം, അതിൻ്റെ കൊടിയ ഭവിഷ്യത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ദ മോസ്റ്റ് ഈവോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്, ഇസ്ലാമിക് ടെററിസമാണ്. അത് മിക്ക രാജ്യങ്ങളിലും, അന്ന് പണ്ട് കാലങ്ങളിൽ കമ്മ്യൂണിസം ആയിരുന്നു പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ക്യൂബ, റഷ്യ, ചൈന, പല രാജ്യങ്ങളിലും ഇത് മുൻനിന്നിരുന്നെങ്കിൽ ഇന്നത് വേറെ രൂപത്തിൽ, ഈ ആശയങ്ങൾ വേറെ രൂപത്തിലാണ് വരുന്നത്. അതും മതത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്. മറ്റേത് മതത്തിനെതിരായ നിരീശ്വരവാദ ചിന്തകളായിരുന്നു കമ്മ്യൂണിസം എന്ന പേരിൽ, ഒരു മതവും വേണ്ട, സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന പേരിൽ വന്നിരുന്നത്. പക്ഷേ ഈ കാലത്തിൽ അത് വേര് പാകിയിരിക്കുന്നത് അല്ലെങ്കിൽ വളർന്ന് പന്തലിക്കുന്നത് മതത്തിൻ്റെ രൂപത്തിലാണ്, മത ആചാരങ്ങളുടെ രൂപത്തിലാണ്. അത് തീവ്ര മത അനുഷ്ഠാനങ്ങളുടെ ചിന്താഗതികളെ ചൂട് പിടിച്ചിട്ടാണ്, ഒരു പാരാസൈറ്റിക് ആയിട്ടാണ് മറ്റ് ആൾക്കാരെ കൊന്നെടുക്കണം, മറ്റു വിശ്വാസികളല്ലാത്ത, ഒരു പ്രത്യേക മതത്തിലുള്ള വിശ്വാസികളല്ലാത്ത ആൾക്കാരെല്ലാം കൊന്നെടുക്കണം, അവരെല്ലാം ദൈവത്തിന് വെറുക്കപ്പെട്ടവരാണ്, ഈ ഒരു മതത്തിലേക്ക് ചേർന്നാൽ മാത്രമാണ് ആ ദൈവം സംപ്രീതനാകുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന പഠിപ്പിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്താഗതികൾ. ഇതൊക്കെ വന്നിരിക്കുന്നത് ഒരു തത്വ സംഹിതയിൽ നിന്നാണ്. നമുക്കറിയാം, ഏകദേശം ഡസൻ കണക്കിന് തീവ്രവാദി സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബാൻഡ് എന്ന് പറയുന്ന ബോക്കോ ഹറാം, അതുപോലെ തന്നെ ഹെർട്സ്മെൻ എന്നറിയപ്പെടുന്ന ഫുലാനികൾ, ഇതൊക്കെ നൈജീരിയ, ആഫ്രിക്കൻ ഭാഗത്തുപെടുന്നതാണ്. പിന്നെ നമുക്ക് ലബനോൺ ഭാഗത്തുള്ള ഹെസ്ബോളകൾ, ഈ യമൻ ഭാഗത്തുള്ള ഹൂതികൾ, ഹമാസ് ചിന്താഗതിക്കാർ, പിന്നെ ഐസിസ്, ലഷ്കർ ഇ തായിബാൻ, അൽ ഖ്വയ്ദ, ജെയ്ഷെ മുഹമ്മദ്, ഇനി ബാക്കിയുള്ള കുറേ പേരുകളൊക്കെ ഉണ്ട്, ഈ ജമാഅത്തുൽ മോമിനാത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഘടന. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഒരു ഡസൻ, നമ്മൾ പേര് നോക്കിയാൽ തന്നെ ഒരു കുറേ സംഘടനകൾ. ചിന്തിക്കണം, അത് ഒരു തീവ്രവാദ ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു തത്വ സംഹിതയിൽ നിന്നാണ് ഇതൊക്കെ വളർന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ തീവ്ര ചിന്താഗതിക്കാരുടെ ഈ സ്വഭാവം, ഒരേ സ്വഭാവമാണ് ഇവരെല്ലാം കാണിക്കുന്നത്. എന്താണ് ഹമാസ് ചിന്താഗതിക്കാർ പറയുന്നതാണ്, ഈ പറയുന്ന ജൂതന്മാരെ കൊല്ലണം, മറ്റാൾക്കാരെ കൊല്ലണം. ഈ ഹെസ്ബോളകൾ പറയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഫുലാനികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ് എഡ്യൂക്കേഷൻ ബാൻഡ് എന്ന് പറയുന്ന ബോക്കോ ഹറാംസ്, ഈ നൈജീരിയയിലൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ കൂട്ടമായി കൊല്ലുന്ന നൈജീരിയയിൽ ഇവർ പറയുന്നത് എന്താണ്? ഇതേ ആശയം തന്നെയാണ്, കാഫീറുകളെ കൊല്ലണം, അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് വരണം. ഐസിസ് പറയുന്നതാണ്, അവിടെ ഇസ്ലാമിക് കാലിഫേറ്റ് വരണം. അപ്പോൾ ഇതിൻ്റെ ചിന്തകൾ തന്നെയാണ് ഈ ലോകമെമ്പാടും, ഇന്ത്യയിലും നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് എന്നുള്ളൊരു സംഭവത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, അതുപോലെ തന്നെ മറ്റു തീവ്രവാദികളായ ഡോക്ടേഴ്സിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വൈറ്റൽ എക്സാമ്പിളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യ സിൻവാർ ഒരു കുട്ടിയെ കയ്യിലെടുത്തിട്ട് തോക്കൊടുത്ത് നിൽക്കുന്ന ഒരു വീഡിയോ
അത് ഈ AI വീഡിയോ ഒന്നല്ല, യഥാർത്ഥമുള്ള ഒരു വീഡിയോ തന്നെയാണ്. സോഷ്യൽ മീഡിയ നോക്കി അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. യഹിയ സിംഗ് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് തോക്ക് പിടിച്ച് ഒരു വീഡിയോ കടിക്കുന്നതാണ്. അപ്പോൾ ചെറും പ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും വേണ്ടി ജനിക്കപ്പെട്ട ബാല്യങ്ങൾ തോക്കും അതുപോലെ തന്നെ കത്തിയും കയ്യിലൊക്കെ എഴുതിയിട്ട് അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് വളർത്തി കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ആ നാട്ടിലെ ഭൂരിപക്ഷ ജനങ്ങൾക്കാണ്. 1-2 ശതമാനമാണ് ഇതിന് പിന്നാലെ പോകുന്നെങ്കിലും പക്ഷെ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആരാണ്? ഈ പറയുന്ന ഭൂരിപക്ഷ സമൂഹങ്ങളാണ്. ഈ ഭൂരിപക്ഷ സമൂഹങ്ങൾ ഇതിനെല്ലാം അവഗണിച്ച് ഭൂരിപക്ഷ സമൂഹങ്ങളിലുള്ള വാർത്താ മാധ്യമങ്ങൾ, എന്താണ് മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്? എന്താണ് ഈ പറയുന്ന ഈ യഥാർത്ഥമായ കാര്യങ്ങൾ സത്യസന്ധതയോടെ അവതരിപ്പിക്കണം. ഈ പറയുന്ന ജനാധിപത്യത്തിന് 4 പില്ലേഴ്സ്, 4 നെടും തൂണുകളിലെ 4ാമത്തെ തൂണാണ് ഈ പറയുന്ന മാധ്യമം. ഈ മാധ്യമ ധർമ്മം എന്താണ്? ഈ മാധ്യമം സത്യസന്ധമായ വാർത്ത അവതരിപ്പിക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഈ മാധ്യമങ്ങൾ തന്നെ ഇതിനെ സത്യത്തെ അവഗണിച്ച് അല്ലെങ്കിൽ സത്യം എന്തെന്ന് ഈ പറയുന്ന പൊതുസമൂഹത്തെ അറിയിക്കാതെ അവ തമസ്കരിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഈ മാധ്യമങ്ങൾക്കും ദൂഷ്യമാണ്, അതേസമയം ഭൂരിപക്ഷം വരുന്ന ജനതകൾക്കും ദൂഷ്യമാണ്. ഈ ഭൂരിപക്ഷം വരുന്ന ജനതകൾ അത് അറിയുന്നില്ല. കാരണം ഇവർ ഇത് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. പലരുടെയും ഫണ്ട് പറ്റിയിട്ട് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങൾ നിസ്സാരവൽക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന ഭൂരിപക്ഷ സമൂഹങ്ങൾ പിന്നീട് അത് ദോഷമായിട്ട് വരികയാണ്. ഈ പറയുന്ന 1, 2, 3, 4 ശതമാനം എന്ന് പറയുന്നെങ്കിലും ആ പറയുന്ന ശതമാനം ഈ പറയുന്ന ചെറു പ്രായത്തിൽ തന്നെ കത്തിയും തോക്കും ഒക്കെ എടുത്ത് പരിശീലിപ്പിക്കപ്പെട്ട ട്രെയിൻ ചെയ്യപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ അവർ വളർന്നു വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുക്കപ്പെട്ടവരാണ്. ഇവർ ദൈവത്തിന് ചെയ് വിളിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അത് കൊന്നിട്ടാണ് അവർ ചെയ്യുന്നത്, കൊലയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. സകലവും സൃഷ്ടിച്ച സകലർക്കും ഈ പറയുന്ന പ്രപഞ്ചത്തിന് അനാദി കാലഘട്ടം മുതലേ ഇന്നുവരെ ഇനിയും ഉള്ള നാളുകളിൽ സകല മനുഷ്യർക്കും ജീവനും ശ്വാസം കൊടുക്കുക, അവർ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സകലതും കൊടുത്ത ഒരു ദൈവത്തെ പ്രതി മറ്റുള്ള ആൾക്കാരെ കൊല്ലുക എന്ന് വെച്ചാൽ അവിടെ അതൊരു വിരോധാഭാസമാണ്. കാരണം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവം ഒരിക്കലും കൊല്ലാൻ ആരെയും പഠിപ്പിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മതത്തിൽ നമ്മുടെ ഈശോ പറഞ്ഞു തന്നിരിക്കുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ്, ശത്രുക്കളോട് ക്ഷമിക്കാനാണ് അവളെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആരുടെ മക്കളായി തീരും? ദൈവത്തിന്റെ സ്വർഗസ്നായ പിതാവിന്റെ മക്കളായി തീരുമെന്നാണ് സത്യസന്ധമായ സുവിശേഷം പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് അവർണനെയും സവർണനെയും പദ്ധതിരെയും പാവപ്പെട്ടവരെയും എല്ലാം ഒരേ മേശയ്ക്ക് ചുറ്റുമിരുത്തി ഈശോ പഠിപ്പിച്ച ആ കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടര് ഇസ്ലാമിക തീവ്രവാദത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് മസ്തിഷ്ക ക്ഷാളനം ചെയ്യപ്പെട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരെന്താണ്? മറ്റുള്ളവരെ കാഫിറുകളായ അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാം കൊല്ലുക, നശിപ്പിക്കുക, മോഷ്ടിക്കുക, അവരെ ഭാര്യമാരെ സ്വന്തമാക്കുക, ലൈംഗിക പീഡനത്തിനിരയാക്കുക, അവരെ സെക്സ് സ്ലേവുകളാക്കുക. ഇതൊക്കെയാണ്. അതായത് ആ നഗരം തന്നെ മോഷ്ടിച്ച് ആ ബാക്കിയെല്ലാം അവരുടെ സ്വന്തമാക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിച്ച് അതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ്. അങ്ങനെയുള്ള ചിന്താഗതി ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഈ പിള്ളേര് ഭാവിയിൽ ഉമറിനെ പോലെയുള്ള ഒരു ഡോക്ടർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതായിരിക്കും കുറച്ച് ആൾക്കുകൾ മുമ്പ് ഒരു പ്രശസ്ത സിനിമാ നടി പറഞ്ഞു വെച്ചത്. അതായത് ഡോക്ടറും എഞ്ചിനീയറും ആകാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് ആകാനുള്ള പിള്ളേരാണ് ഗാസയിലും ഈ പാലസ്തീനിലൊക്കെ ജനിച്ചു വളരാൻ. തീർച്ചയായിട്ടും അവർ യഥാർത്ഥ മാർഗത്തിലൂടെ ചരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോ എഞ്ചിനീയറോ ആയിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഉമ്മറോ അതുപോലെയുള്ള ഈ പറയുന്ന ഒരു 3-4 ഡോക്ടേഴ്സ് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള ഡോക്ടേഴ്സിനൊക്കെ കൊണ്ടുവന്നാൽ അവർ ലോകത്തിന് ഉപകാരങ്ങളല്ല, ഉപദ്രവമാണ് കൊണ്ടുവരുന്നത്. അത് ഭൂരിപക്ഷ ജനതയ്ക്കാണ് ഉപകാരം കൊണ്ടുവരുന്നത്. അതായത് നോർമൽ മുസ്ലിംകൾക്കടക്കം, സാധാരണ ഇസ്ലാം മത വിശ്വാസികൾക്കടക്കം ഇവർ ദോഷകരമായ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. അല്പം മുമ്പ് മിസ്റ്റർ അരുൺ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ 15 വയസ്സുകാരന്റെ തലയിൽ ഈ മസ്തിഷ്ക ക്ഷാളനം നടത്തി ഇവർ ഈ പറയുന്ന ബോംബ് നിർമ്മിക്കാനും മറ്റുള്ള കാര്യങ്ങൾ നടത്താനുള്ളൊരു ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നെങ്കിൽ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എത്ര ബാല്യങ്ങൾ ഈ പറയുന്ന മസ്തിഷ്ക ക്ഷാളനത്തിന് ഇരയായിട്ടുണ്ടാകാം? ഇന്ത്യയിൽ എത്ര ആൾക്കാർ ഇരയായിട്ടുണ്ടാകാം? ലോകരാജ്യങ്ങൾ എത്ര ഇരയായിട്ടുണ്ടാകും? ഇപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സ്നേഹം നടിക്കുന്ന പല ആളുകളും ഒരു പക്ഷേ അവർ നമുക്ക് ഒരു തോക്കിൻ മുമ്പിൽ പോയിന്റ് ബ്ലാങ്കിൽ അല്ലെങ്കിൽ ചാവേറുകളായിട്ട് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകം മുഴുവനും ശരിക്കും നമ്മൾ മൊത്തത്തിലുള്ള ഒരു തീവ്രവാദത്തിന്റെ ഒരു തോത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരതിലേക്ക് നയിക്കുന്ന ഒരു മോട്ടീവ് ഉണ്ടല്ലോ. അവർ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നത് അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന ഒരു തീവ്രവാദ സ്വഭാവം. നമുക്കറിയാം, ചെറുപ്പം തൊട്ടേ ഒരു കാര്യം ഒരാളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ. അതുപോലെ ഏറ്റവും ചെറുപ്പം തൊട്ടേ ഒരു സ്വഭാവം വളർന്നു വരുന്ന ആ ഒരു സമയത്തടക്കം ഇവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് ഇവർ വലുതാവുമ്പോൾ പുറത്ത് കാണിക്കുന്നത്. ചിലരത് കാണിക്കും, ചിലരത് കാണിക്കത്തില്ല. പക്ഷെ അങ്ങനെ കാണിക്കുന്നവർക്കുള്ള ഒരു സാഹചര്യം ഒത്തുവരുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ, അതായത് ഉള്ളിൽ കിടക്കുന്ന ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവം, ചെറുപ്പം തൊട്ട് പഠിച്ച് ശീലിച്ചു വന്ന ആ ഒരു സ്വഭാവം പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ
അത് തീർച്ചയായും അവർ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഈ ഗാസയിലൊക്കെ സംഭവിക്കുന്നത് കുട്ടികളെ പാവകളുടെയൊക്കെ കഴുത്തറത്ത് കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ പരിശീലനം കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലുള്ളവർ പറയുന്നത് ഡോക്ടർമാരാവേണ്ടവരായിരുന്നു, അവിടുത്തെ കുട്ടികൾ മരിക്കുന്നു, അവർ ഡോക്ടർമാരാവേണ്ടവരായിരുന്നു, എഞ്ചിനീയർമാരാവേണ്ടവരായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഡോക്ടർമാരായവരെ നമുക്ക് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, എന്തേരെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദ ചിന്തകൾ പുറത്തു വരുമെന്നത് സത്യമാണ്. ലോകം മുഴുവൻ ഭയക്കുന്ന ആ ഒരു ഭീകര ശക്തിയെ ലോകത്തു നിന്നും എന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കുന്നോ അന്ന് മാത്രമേ ലോകം സമാധാനത്തിലേക്ക് നടന്നെടുക്കുള്ളൂ. അതിനുള്ള ആദ്യ നടപടിയെടുക്കേണ്ടത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ്. ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം.